ഇത് ഷിയാസ്, 26 വയസ്സ്, തൊഴിൽ രഹിത. ഇവൻ ഈ അലാറം വെച്ച് നേരത്തെ എണീറ്റ് എന്തിനാണെന്നറിയോ? ഇന്റർവ്യൂവിന് പോകാനൊന്നല്ല കേട്ടോ. ഇവൻ സ്നേഹിക്കുന്ന ഉമ്മുകുൽസു ഈ നേരത്താണ് ക്ലാസ്സിൽ പോകുന്നത്, അവളെ കാണാൻ വേണ്ടി. പക്ഷെ ഉമ്മുകുൽസുവിന് ഷിയാസിന് ഇഷ്ടമല്ലായിരുന്നു. ഇതറിഞ്ഞ ഉമ്മ അവനെ കളിയാക്കി. പക്ഷെ അവൻ ആ ലവ് ഫെയിലിയറും കളിയാക്കലുമെല്ലാം ധൈര്യപൂർവ്വം നേരിട്ടു. വിഷമം സഹിക്കാൻ വയ്യാതെ ഷിയാസ് ദൈവത്തിനോട് പരാതി പറയാൻ തുടങ്ങി. ആ സമയത്താണ് അവനൊരു മെസ്സേജ് വരുന്നത്. അതെ, ഐശ്വര്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ഷിയാസിന് ഇഷ്ടമായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് ഒരു അതിഥി കടന്നു വരുന്നു. പക്ഷെ ആ അതിഥിയുടെ വരവ് ഷിയാസിനെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു. അവളുടെ പേര് ഐശ്വര്യ എന്നാണ്. ഇത്രയും കാലം ഷിയാസ് സ്നേഹിച്ച ആ പെൺകുട്ടി താനാണെന്നാണ് അവൾ പറയുന്നത്. പോരാത്തതിന് അവളൊരു മനുഷ്യനല്ല, റോബോട്ടാണ്. ഇത് കേട്ടപ്പോൾ തന്നെ ധൈര്യശാലിയായ ഷിയാസിന്റെ ബോധം പോകുന്നു. ഇവിടം തൊട്ടാണ് ഷിയാസിന്റെയും അവൻ സ്നേഹിച്ച റോബോട്ട് ഐശ്വര്യയുടെയും കഥ തുടങ്ങുന്നത്. മോനെ എണിക്ക്, മോനെ ദാ എണിക്കടാ, മോനെ എണിക്ക്. ജീവൻ ഉണ്ടായിരുന്ന ആരടാ അവള്? ഇത് ഐശ്വര്യാണ്. ഏത് ഐശ്വര്യ? നിന്റെ ഒപ്പം സ്കൂളിൽ പഠിച്ചതാ? അല്ല, ഞാൻ ഷിയാസിന്റെ ഗേൾഫ്രണ്ട് ആണ്. അയ്യോ, തീർന്നു. ഉമ്മ തല്ലരുത് പ്ലീസ്. ശരിക്കും ഞാൻ വിചാരിച്ച നീ ഒരു കഴിവില്ലാത്തവനാണ്. മോള് ഇവിടെ ഇരിക്കാണ്ട് അകത്ത് പോയിരിക്കി. എന്തായാലും ഒരു ദിവസം കണ്ട് കയറേണ്ടതല്ലേ? അവളെന്താടാ നേഴ്സറി പിള്ളേര് നിക്കറി മുള്ളിയെ പോലെ പോണത്? അതങ്ങനെ തന്നെ പോവുള്ളൂ. എന്താടാ അവൾക്ക് കാലിന് വാദണ്ട? ഇല്ല. പിന്നെ മൂലക്കുരുവാണാ? പക്ഷെ ഇരിക്കും ഒരു കുഴപ്പമില്ലല്ലേ? മൂലക്കുര? അതിനതൊന്നുമില്ല, അതൊരു റോബോട്ടാ. റോബോട്ടാ? നിങ്ങളെ രജനീകാന്തിന്റെ എന്തിനാ സിനിമ കണ്ടിട്ടില്ലേ? അതിലൊരു റോബോട്ടില്ലേ? അതിന് ചിറ്റി. ഇത് ഐശ്വര്യ. അല്ല, റോബോട്ടാ? നിനക്ക് മനുഷ്യനൊന്നും കിട്ടില്ലേ സ്നേഹിക്കാൻ? അതിന് ചാറ്റ് ചെയ്യുമ്പോ ഞങ്ങൾ അറിഞ്ഞത് റോബോട്ടാന്ന്. എനിക്കൊന്നും അറിയണ്ട, വേഗം അവളെ ഇറക്കി വിട്. ഓ, കുറച്ചു നേരത്തെ എന്തായിരുന്നു മരുമോളുടെ സ്നേഹം. മോളെ എന്തായാലും ഇങ്ങോട്ട് കേറേണ്ടതില്ലേ? ഇപ്പൊ തന്നെ കേറിക്കോന്നും പറഞ്ഞിരുന്നല്ലേ. സ്വന്തമായിട്ട് ഇറക്കി വിട്ടോ? മര്യാദ പറഞ്ഞു വിടാ. ഇറക്കി വിടാം, ഒച്ച ഉണ്ടാക്കല്ലേ. എന്റെ പിന്നില് വാ. എവിടെ പോയത്? അല്ല, ഇങ്ങനെ ഇരുന്നാ മതിയാ? വീട്ടിലൊന്നും പോണ്ടേ? അല്ല, മഴയൊക്കെ വരുന്നുണ്ടേ. പിന്നെ വീട്ടിലാരും കാത്തിരിക്കുന്നുണ്ടാവില്ലേ? പോക്കൂടെ? ഷമീറ, കുറച്ച് വെള്ളം എടുത്താലും പറഞ്ഞത് എത്ര നേരായി? കറക്റ്റ് പുറത്തുള്ള, അല്ലെങ്കിൽ ആ കത്തിയെടുത്ത് നമ്മുടെ വീട്ടിൽ കയറിയും. അതെന്റെ ഭർത്താവാ. കണ്ടെത്തിയ പുതിയ മരുമോള്. വെള്ളം വേണമെങ്കിൽ ഞങ്ങളോട് ചോദിച്ചാ മതി. അല്ല, പൊന്നുമോളോട് ചോദിച്ചാ മതി എന്ന് പറഞ്ഞതാ. വെള്ളം വേണോ ഉപ്പ? വേണ്ട മോളെ, ദാഹിക്കില്ല. എന്നാ ഞാനങ്ങോട്ട്. വെള്ളം കുടിക്കാതെ തന്നെ മൂത്രം നന്നായിട്ട് പോകുന്നുണ്ട്. തെണ്ടി താഴെ മൊത്തം വൃത്തിയേടാക്കി. അകത്തോ? അവിടെ തന്നെ ഇരുന്നോ? രണ്ട് കുത്തു കിട്ടുമ്പോ റെഡി ആക്കും. ഇനി ഇത് എന്റെയും കൂടി വേണം. ഇനി ഞാൻ വിചാരിക്കും